ബംഗാൾ ഇലക്ഷനിൽ മമതാ ബാനർജി പരാജയപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? മുമ്പ് അവർ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടിരുന്നല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു മുന്നേറ്റം BJP ഉണ്ടാകും അല്ലെ ബംഗാളിലെ? തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രി പരാജയപ്പെടുമോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. മുഖ്യമന്ത്രി അന്ന് അവർ തോറ്റെങ്കിലും വീണ്ടും അവര് രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചെത്തുക ചെയ്തത്. അപ്പൊ അത്തരം സാഹചര്യം അല്ല BJP നോക്കുന്നത്. BJP ലക്ഷ്യമിടുന്നത് സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാൾ സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവരിപ്പോ പ്രതിപക്ഷത്താണ് അവിടെ ഉള്ളത്. പതുക്കെയാണ് അവർ കയറി വന്നത്. ഒരിക്കലെ പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യമായിരുന്നു. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കി ഭരിച്ച സംസ്ഥാനമാണത്. അവരുടെ വലിയ നമ്മൾ പറയുന്നില്ല, ഒരു ചൈനീസ് മോഡൽ എന്നൊക്കെ പറയാവുന്ന, പുറം രാജ്യങ്ങളോ പുറത്തൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിൽ വലിയ വികസനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അവസാനം നന്ദിഗ്രാമിൽ സിന്ധൂരിലെയൊക്കെ വെടിവെപ്പിനെ തുടർന്നാണല്ലോ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ പുറം നാടുകൾ അറിയുന്നത്, എന്താണ് യഥാർത്ഥ ബംഗാൾ എന്നുള്ളത് അറിയുന്നത്. ഇപ്പം അവിടത്തിന് ശേഷം അവിടെ ചെന്ന ആളുകളാണ് ഇത് മനസ്സിലാക്കുന്നത്. യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു, പുറംകട്ടന്റെ അത് മാറ്റിയ ശേഷമാണ് ബംഗാളിന്റെ അകത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായത്. അതിനുശേഷം പിന്നെ മമതയുടെ ഭരണമായിരുന്നു, മമതാ ബാനർജിയുടെ ഭരണമായിരുന്നു. അവരും തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആ അവസരത്തിലും ബംഗാളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ബംഗാൾ എന്ന് ചോദിച്ചാൽ വളരെ സമ്പൽ സമൃദ്ധമായ സ്ഥലമാണ്, കൃഷി, വലിയ പാരമ്പര്യം ഒക്കെയുള്ള അവകാശപ്പെടുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷേ ബംഗാളിൽ നിന്നുള്ള വരുന്ന ചിത്രങ്ങളും ഒക്കെ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികള്, അവരിൽ നല്ല ശതമാനവും പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളാണ്. പശ്ചിമ ബംഗാളിലും ഒരു ഭാഗം വരെ അത് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വരുന്ന ആളുകളാണ്. നമ്മുടെ പാർട്ടി ഓഫീസുകള് കണ്ടില്ലേ, 3 പതിറ്റാണ്ടിലേറെ അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളൊക്കെ ഇന്ന് തൊഴുത്തുകളാണ്. അവിടെ കാലി തൊഴുത്തുകളോ വെറുതെ അടച്ചിട്ട മുറികളോ ഹോട്ടലുകളോ അല്ലെങ്കിൽ കടമുറികളൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലേക്ക് ചില ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നില്ലേ, ചിത്രത്തിൽ വന്നിരുന്നത്. അത് തന്നെ പറഞ്ഞില്ലേ, വെറുതെ എന്തൊക്കെയോ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന വെറും മുറികളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ TMC, തൃണമൂൽ കോൺഗ്രസിന്റെ അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ അവർക്കിപ്പോ ഭരണമുള്ളത് കൊണ്ട് സർവാധികാരത്തോടുകൂടി അവര് കൊണ്ടുപോവുകയാണ്. വീണ്ടും ഒരു ഭരണം, വീണ്ടും പശ്ചിമ ബംഗാളിനെ ഭരിക്കുന്നതിനായിട്ടാണ് അവരുടെ ഒരു ശ്രമം. അതാണ് ഇപ്പൊ 23-നും 2 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23-ലും 29-ലുമായിട്ട് നടക്കുന്നത്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധാരാളം. അതാണ് ഇപ്പൊ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ SIR എന്ന് പറഞ്ഞാൽ സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ്, ചില ആളുകളുടെ പേരുകൾ ഇരട്ടിപ്പ് ഉണ്ടാകുന്നു, ചില ആളുകൾ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ പേരുകൾ പട്ടികയിൽ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സംസ്ഥാനം വിട്ടുപോയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചിലരെ ഒന്നും കണ്ടെത്താനും പറ്റുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പല അവസരങ്ങൾ കൊടുത്തിട്ട് കണ്ടെത്താൻ പറ്റാത്ത വോട്ടർമാര്. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട കുറെ വോട്ടർമാര്, അവരുടെ കണക്കാണ് അത്. വോട്ടർ പട്ടിക സമഗ്രമായിട്ട് പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ കാണാതായി പോയ, അല്ലെങ്കിൽ അവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതാണ് അർജുൻ സൂചിപ്പിച്ചത്, ശരിയാണ്. ഏതാണ്ട് 90 ലക്ഷത്തിലധികം വോട്ടർമാരെ കാണാനില്ലെന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ഒരു സംസ്ഥാനത്തെ വോട്ടർമാരിൽ 90 ലക്ഷത്തിലധികം പേരെ കാണാനില്ല. SIR പരിഷ്കരണം വന്നു. അപ്പൊ ഇവരൊക്കെ എത്രയും തീർച്ചയായിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ടുള്ള വോട്ടുകളല്ലേ ഇവിടെ ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും ജെനുവിനായിട്ടുള്ള വോട്ടുകളെ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ 90 ലക്ഷം എന്ന് പറയുന്ന ആരായിരുന്നു? പശ്ചിമ ബംഗാളിലെ വോട്ടിങ്ങിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവിടെ പോലീസിനും പട്ടാളത്തിനും വലിയ കൺട്രോളൊന്നുമില്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ശരിക്കും ഗുണ്ടായിസം നിലനിൽക്കുകയാണ്. ഗുണ്ടായിസമാണല്ലോ അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഗുണ്ടകള് ഏത് സമയത്തും സ്ഫോടനം ഉണ്ടാകാം, ഏത് സമയത്തും അക്രമങ്ങൾ ഉണ്ടാകാം, ഏത് സമയത്തും വ്യാപകമായിട്ട് സംഘടനകൾ നടക്കാം. പോലീസിനെയും പട്ടാളത്തെ ആക്രമിക്കുന്നതിനൊന്നും യാതൊരു മര്യാദയുമില്ല, അല്ലെങ്കിൽ വിവരമില്ലാത്ത പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്ന് കേട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരൊക്കെ ശരിക്കും ഒരു ബംഗ്ലാദേശികളല്ല, ബംഗാളികളല്ല. ഇവരൊക്കെ ബ്രഹ്മപുത്ര നദി നീന്തി കടന്നു കഴിഞ്ഞാൽ, ബ്രഹ്മപുത്ര കടന്നു കഴിഞ്ഞാൽ നേരെ ബംഗാളിലേക്ക് കയറാം. ബംഗാളിൽ നിന്നാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. കേരളത്തിലും ധാരാളം ഇത്തരം കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരം ബംഗ്ലാദേശികളെ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. നമ്മുടെ കണക്കുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ബംഗ്ലാദേശീസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കും ഒന്നും അവർക്കൊരു മടിയുള്ള ആളുകളല്ല. ഒരാളെ തലവെട്ടുന്നതിനോ അത് പശുവിന്റെ കോഴിയുടെയൊക്കെ തലവെട്ടുന്ന ലാഘവത്തോടെ എന്തും ചെയ്ത് കളയും. ബോംബ് സ്ഫോടനമോ പോലീസും പട്ടാളത്തിനെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അവരുടെ അധികാരം പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് അവരെ ആക്രമിക്കാൻ ചെല്ലുന്നത്. അത്ര ക്രൂരമായ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇവര്.
കേരളത്തിൽ വന്നിട്ട് നമ്മൾ കണ്ടില്ലേ, കഴുത്തറത്ത് കൊന്ന 2-3 കേസുകളിൽ അവസാനം പ്രതികളെ അന്വേഷിച്ചത് ഒരു ബംഗ്ലാദേശികളാണ്. അപ്പൊ ഇത്തരം ബംഗ്ലാദേശികൾ ധാരാളമായിട്ട് അവിടെ കുടിയേറി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 90 ലക്ഷത്തിൽ എത്ര ബംഗ്ലാദേശികളുണ്ട്, യഥാർത്ഥ ബംഗാളികൾ എത്ര പേരുണ്ട്, ഇതാണ് അന്വേഷണം നടക്കുന്നത്. അതിന്റെ പല മേഖലകളില് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പല മേഖലകളിലും ഒക്കെ ഇപ്പൊ സർവേ നടക്കുകയാണ്. സർവേ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരെ കണ്ടെത്താൻ പറ്റുന്നില്ല, ഈ 90 ലക്ഷം പേര് ആരാണ്. അപ്പൊ ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് അവിടെ വോട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. ആധാർ കാർഡിൽ കൃത്യമായ തെളിവുകളുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അവിടെയാണ് ഇപ്പൊ പ്രശ്നം വരാൻ പോകുന്നത്. ഇപ്പൊ സായുധ പോലീസിന്റെ, കേന്ദ്ര പോലീസിന്റെ വലിയ കമ്പനിയെ, പട്ടാളത്തെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. കാരണം വോട്ട് ഈ 90 ലക്ഷം പേര് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ മമതയുടെ ശക്തി ഇവരായിരിക്കാം. ഈ 90 ലക്ഷം പേരുടെ കള്ളവോട്ടുകളായിരിക്കാം അവരെ ഒരുപക്ഷെ കാലാകാലം കൊണ്ട് നിലനിർത്തിയിരുന്നത്. അല്ലാതെ ബംഗാളിന് അങ്ങനെ വലിയ വികസനമൊന്നുമില്ല. പൊതുവെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്, വലിയ വികസനമൊന്നുമില്ല. എന്നും കേന്ദ്ര സർക്കാരുമായിട്ട് വഴക്കിലുമാണ്, നിരന്തര വഴക്കിലുമാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെ ഇന്ത്യ മുന്നണിക്ക്, കാരണം അത് കോൺഗ്രസിനോട് സ്ഥിരം, ഒരു പഴയ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് കോൺഗ്രസിനോടും സോണിയാഗാന്ധിയോടുള്ള വിരോധങ്ങളാണെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി വിളിക്കുന്ന ഒരു മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ പൊതുവായിട്ട് പാർലമെന്റിൽ ഒരു നിലപാട് എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടി ഒരിക്കലും, TMC ഒരിക്കലും അങ്ങനെ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് BJP സർക്കാരിന് തലവേദന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ നിലപാട്, പല നിലപാടുകളും കേന്ദ്ര സർക്കാരിനെതിരെയാണ്. എന്തൊക്കെയോ മൂടി വെച്ച് പൊതിഞ്ഞു വെച്ച് ഭരിക്കുന്ന പോലെയാണ്. അവിടെ ഒരിക്കൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പോലും അവിടെ ഇറങ്ങുന്നതിനുള്ള വിമാനം ഇറങ്ങുന്നതിനുള്ള സൗകര്യം പോലും അവർ ചെയ്തു കൊടുത്തില്ല. ഒന്നാലോചിച്ച് നോക്കി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇറങ്ങാനുള്ള സൗകര്യം കൊടുത്തില്ല. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു, വലിയ താമസമില്ലാതെ ബംഗാളി ഞങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ്. BJP സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി അതാണ്. അവര് ബീഹാർ ആയിരുന്നു, ബീഹാർ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ബീഹാറിൽ ഇപ്പൊ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞു. ബീഹാർ സംസ്ഥാനത്തിന്റെ ഭരണം BJPയിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ലക്ഷ്യമാണ് അവർക്ക് പശ്ചിമ ബംഗാൾ പിടിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുണ്ട്. UP കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. അത് തന്നെയല്ല, ഇത്തരത്തിലുള്ള ഒരു കാട്ടുനീതിയാണ് അവിടെ പുലരുന്നതെന്നാണ് BJPയുടെ നിലപാട്. ആർക്കും ഒന്നും അറിയത്തില്ല എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ വിധ്വംസ പ്രവർത്തനങ്ങള്, തീവ്രവാദ പ്രവർത്തനങ്ങള്, ബംഗ്ലാദേശിൽ നടക്കമുള്ള വരുന്ന ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നടപ്പാക്കണമെന്നുള്ളൊരു BJPയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഒരുപാട് മാറ്റിവെക്കുന്നതിനായിട്ട് മമതാ സർക്കാരൊക്കെ ശ്രമിച്ചിരുന്നു. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ വേണ്ട, അടുത്ത തവണ മതി ബംഗാളിലേക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ കർശനമായിരുന്നു. നിങ്ങൾ നടപ്പാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് കേന്ദ്ര ഭരണത്തിലെ, രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനത്തെ അയക്കുമെന്നൊക്കെ ഉള്ള വരെ കർശനമായ നിലപാടെടുത്തു. അതുകൊണ്ടാണ് അവർ വഴങ്ങിയത്. പക്ഷെ തെരഞ്ഞെടുപ്പിന് എത്ര കണ്ട് സമാധാനപരമായിട്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല. കാരണം വെച്ചാൽ അവരെന്തും ചെയ്ത് കളയും, എന്തും ചെയ്യാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ടാകത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, വലിയ ജനക്കൂട്ടമായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത 2 മീറ്റിങ്ങുകളിലൊക്കെ. എന്തായാലും 23-ന് 29 കൊണ്ട് സമാധാനമായിട്ട് നടക്കട്ടെ, തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്രേ പറയാനുള്ളൂ.